ഇന്ന് സുവിശേഷമായി വായിച്ചതായ വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 26-33 വാക്യങ്ങൾ വീണ്ടും വായിക്കട്ടെ. ആകാശത്തിലെ പറവുകളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവർ അല്ലയോ? ആകയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. മനുഷ്യ ജീവിതത്തിൽ എല്ലായ്പ്പോഴും മനുഷ്യനെ അലട്ടുന്നതായ പ്രശ്നങ്ങൾ, ആകുല ചിന്തകൾ, പലതിനെ ചൊല്ലിയതായ വിചാരങ്ങൾ, ഇത് എല്ലായ്പ്പോഴും ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നാം കാണുന്ന ഒന്നാണ്. അതില്ലാതെ മനുഷ്യജീവിതം ഉണ്ടാകുമോ അല്ലെങ്കിൽ നയിപ്പാൻ സാധിക്കുമോ എന്നത് സംശയമാണ്. ഓരോ രംഗങ്ങളിലും ഓരോന്നിനെക്കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് സാധ്യമാകുന്നത്, എങ്ങനെയാണ് ജീവിതം അനുഗ്രഹകരമാകുന്നത്, സമ്പുഷ്ടമാകുന്നത്, സന്തോഷമാകുന്നത്? എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ദൈവവചനം പറയുമ്പോൾ തന്നെ നമ്മുടെ ജീവിതയാത്രയിൽ ഉണ്ടാകുന്നതായ ആ ഒരു പ്രയാസ സാഹചര്യങ്ങൾ, അതിൻ്റെ മധ്യത്തിൽ ആകുലപ്പെടുന്നതായ, വേദന അനുഭവിക്കുന്നതായ, വിചാരപ്പെടുന്നതായ മനുഷ്യരെ കാണുന്നുണ്ട്. അതിൽ നിന്ന് മാറി നിൽക്കാൻ സാധ്യമല്ല. എന്നാൽ എങ്ങനെയാണ് ഇതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നത് എന്ന് മനസ്സിലാക്കി എന്താണ് ഇതിന് പരിഹാരം എന്ന് കണ്ടെത്തി മുന്നോട്ട് പോകുവാനുള്ളതായ നമ്മുടെ പരിശ്രമമാണ് ജീവിതത്തെ അതിൻ്റെ ആത്യന്തികമായിട്ടുള്ളതായ അനുഭവത്തിലേക്ക് നയിക്കുന്നത് എന്ന് കാര്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ കർത്താവ് നമ്മെ ഓർപ്പിക്കുന്നതായ ആ സത്യവചനങ്ങൾ, സാരോപദേശം, അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് മനസ്സിലാക്കി ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഇടയാകേണ്ടത് ആവശ്യമാണ്. വിശുദ്ധ മത്തായിയുടെ ശേഷം 5 മുതൽ 7 വാക്യങ്ങളിൽ എൻ്റെ ശിഷ്യന്മാരെയും ജനതയുടെയും മുൻപിൽ യേശു ഒരു ഗിരിപ്രഭാഷണം എന്ന രീതിയിൽ നൽകുന്നതായ സാരോപദേശത്തിൽ വളരെ ശ്രദ്ധേയമായിട്ട് ജീവിതത്തിൻ്റെ ക്രമം എങ്ങനെയായിരിക്കണം, ജീവിത സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് ഒരു സത്യവും നീതിയും ധർമ്മവും നിലനിൽക്കുന്നതായ ജീവിത അനുഭവം സാധ്യമാകുന്നത്, അവിടെ എന്തെല്ലാമാണ് നാം അനുകരിക്കേണ്ടത്, വളരെ വ്യക്തമായിട്ട് അത് ഓർപ്പിക്കുന്നുണ്ട്. ഇവിടെ 3 കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമായിട്ട് ഈ ഭാഗത്ത് നാം കാണുന്നുണ്ട്. ഒന്ന്, നാം ആയിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാലാണ് എന്നുള്ള ബോധ്യം, ഇത് വളർത്തിക്കൊണ്ട് ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇവിടെ ഓർപ്പിക്കുന്നുണ്ട്. സകലതിനെയും സൃഷ്ടിച്ചതായ ദൈവം, സകലതിനെയും മനോഹരമായിട്ട് ഈ ലോകത്തിൽ, ഈ പ്രപഞ്ചത്തിലാക്കിയിരിക്കുന്നതായ ദൈവം, ആ ദൈവം നമ്മുടെ സൃഷ്ടിതാവാണ്, ആ ദൈവം നമ്മുടെ പരിപാലകനാണ് എന്നുള്ള ബോധ്യം, അതാണ് യേശു ഇവിടെ ഓർപ്പിക്കുന്നത്. ആകാശത്തിലെ പറവകളെ നോക്കുവീൻ, വയലിലെ താമരയെ നോക്കുവീൻ, അവയെല്ലാം പുലർത്തുന്നതായ ദൈവം, ആ ദൈവമാണ് നിങ്ങളുടെ ദൈവം എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതുകൊണ്ട് നാം ചുറ്റുപാടുകളെ കാണുമ്പോൾ, സൃഷ്ടിയെ കാണുമ്പോൾ, സൃഷ്ടിയിലൂടെ ദൈവത്തിൻ്റെ മഹത്വം ദർശിപ്പാനായിട്ട് ഇടയാകേണ്ടത് ആവശ്യമാണ്. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ഈ ലോകത്തിൽ കാണുന്നതായ സർവ്വതിനെയും സൃഷ്ടിച്ചതായ ദൈവം, അതിനെ പരിപാലിക്കുന്ന ദൈവമാണ്, അതിൽ നിന്ന് മാറി നിൽക്കുന്ന ദൈവമല്ല എന്നുള്ള ബോധം അത് വളർത്തിയെടുക്കുവാൻ നമുക്ക് സാധ്യമായി തീരണം. രണ്ടാമത് അവിടെ കാണുന്നത്, ലഭിച്ചിരിക്കുന്നതിൽ സംതൃപ്തി കണ്ടെത്തിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുക എന്നുള്ളതായ സന്ദേശമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിങ്ങളെ വഴി നടത്തുന്നതായ ദൈവം കൂടെയുണ്ട്. അതുകൊണ്ട് ലഭിച്ചിരിക്കുന്നതിൽ സംതൃപ്തി കണ്ടെത്തിക്കൊണ്ട് വിചാരപ്പെട്ട് മനം കലങ്ങി ജീവിക്കുന്നതായ ജീവിതമായിട്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. പിന്നെയോ സംതൃപ്തമായ ജീവിതത്തിലൂടെ ദൈവമായിട്ട് ബന്ധത്തിൽ നിലനിൽക്കുന്നതായ വിശ്വാസ സമൂഹമായിട്ട് നാം മാറണം എന്ന് വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നുണ്ട്. നമുക്ക് ലഭിച്ചിരിക്കുന്നതായ സാഹചര്യങ്ങൾ ചിലപ്പോൾ പരിമിതമായിരിക്കാം.
അവിടെ പരിമിതമായ സാഹചര്യത്തിൽ എങ്ങനെ അതിനെ അഭിമുഖീകരിക്കാൻ സാധിക്കുമെന്നുള്ള ആശങ്ക പലപ്പോഴും ഉണ്ടാകാം. എന്നാൽ എന്നെ കരുതുന്നതായ ദൈവം കൂടെയുണ്ട്. നിന്നെ സൃഷ്ടിച്ചവൻ നിന്നെ പരിപാലിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ ആകുല ചിന്തകൾ മാറ്റിവെച്ച് ഈ ജീവിതയാത്രയിൽ ലഭിച്ചിരിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തി മുന്നോട്ട് പോകുന്നതായ ജീവിതം ആവശ്യമാണ്. ഇവിടെ നമ്മുടെ ഭവനം, ഭക്ഷണം, വസ്ത്രം, മക്കളുടെ പഠനം ഇതെല്ലാം നമ്മുടെ പ്രശ്നങ്ങളായിട്ട് നമ്മുടെ മുൻപിൽ നിൽക്കുന്നതായ വിഷയങ്ങളായിട്ട് കാണാം. ഓരോ മനുഷ്യനും ഉള്ളതായ പ്രശ്നങ്ങൾ ഓരോ രീതിയിലാണ്. എന്നാൽ എന്നെ ഇന്ന് ഈ രീതിയിൽ നിലനിർത്തുന്നത് ഒരു ദൈവ സാന്നിധ്യമാണ്. എന്നെ ഈ രീതിയിൽ മുന്നോട്ട് നയിപ്പാൻ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപെടലാണ്. എൻ്റെ ജീവിതത്തിൽ പുതിയ മാർഗം കാട്ടിത്തരുന്നത് ദൈവമാണ്. ആ ദൈവം എന്നോട് കൂടെ ഉണ്ട് എന്നുള്ളതായ വിശ്വാസത്തിൽ ജീവിതത്തെ നയിപ്പാനിടയായിത്തീരുക. അപ്പോൾ ലഭിച്ചിരിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തി, സംതൃപ്തി കണ്ടെത്തി ജീവിപ്പാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് നാം കാണുന്നത്, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ സകലവും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതായ സന്ദേശമാണ്. ഇവിടെ പ്രയോറിറ്റി ഓഫ് ലൈഫ് അല്ലെങ്കിൽ ഹൗ ടു ചൂസ് ദ ബെസ്റ്റ് ഇൻ ലൈഫ്, ഇതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. പലതിനെ ചൊല്ലി നമ്മൾ വിലപിച്ചിരിക്കുകയല്ല, എന്നാൽ ലഭിച്ചിരിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തിക്കൊണ്ട് ദൈവമാണ് സകലത്തിൻ്റെയും കാരണഭൂതമെന്ന് മനസ്സിലാക്കി ആ ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി മുന്നോട്ട് പോകുവാനുള്ളതായ പരിശ്രമം എപ്പോഴും ആവശ്യമാണ്. യേശു ക്രിസ്തു ഭവനത്തിൽ ചെല്ലുന്ന സമയത്ത് അവിടെ 2 സഹോദരിമാർ യേശുവിനെ സ്വീകരിക്കുന്നതായ ആ ഒരു രംഗം നമ്മൾ ലൂക്കോസ് വിഷയത്തിൽ വായിക്കുന്നുണ്ട്. അവിടെ ചെല്ലുന്ന സമയത്ത് തന്നെ ശുശ്രൂഷിക്കാനായിട്ട് വളരെയധികം തത്രപ്പെടുന്നതായ പരിശ്രമിക്കുന്നതായ മാർത്തയെയും തൻ്റെ കാൽക്കലിരുന്നു കൊണ്ട് വചനം പഠിക്കുന്നതായ ഉപദേശം സ്വീകരിക്കുന്നതായ മറിയയെയും ചിത്രീകരിക്കുന്നുണ്ട്. 2 സ്ത്രീകളും സഹോദരിമാരാണ്. വ്യത്യസ്തമായ രീതിയിൽ അവരുടെ ജീവിതത്തെ വെളിപ്പെടുത്തുന്നതായ ഒരു സംഭവമായിട്ട് അതിനെ നമുക്ക് കാണുന്നുണ്ട്. അല്ല, മാർത്ത വന്നിട്ട് കർത്താവിനോട് പറയുന്നുണ്ട്, ഞാൻ വളരെയധികം പ്രയാസപ്പെടുന്നു, എൻ്റെ സഹോദരിയോട് എന്നെ സഹായിപ്പാൻ കൽപ്പിച്ചാലും എന്ന് പറയുന്നതായ മാർത്തയുടെ വാക്കുകൾ. അവിടെ യേശു പറയുന്ന ഉത്തരം വളരെ ശ്രദ്ധേയമാണ്. മാർത്തയെ നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. അല്ല, അല്പം മതി, ഒന്ന് മതി, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. വളരെ ശ്രദ്ധേയമായിട്ടുള്ളതായ കർത്താവിൻ്റെ വാക്കുകളാണ്. ഇവിടെ പലതിനെ ചൊല്ലി വിലപിക്കുന്നതായ ഒരു ജീവിത അവസ്ഥയിൽ അല്ല, ഒന്ന് മതി, നല്ല അംശം തിരഞ്ഞെടുക്കുക, അതാണ് ജീവിതത്തിൽ പ്രാധാന്യമുള്ളത് എന്ന് വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നുണ്ട്. ഇതാണ് മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ സകലവും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് യേശു പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നത് അത് ചൂസ് ദ ബെസ്റ്റ് ആൻഡ് ചൂസ് ദ ഓൺലി വൺ ദറ്റ് ലീഡ്സ് ടു ഇറ്റേണിറ്റി. നന്മയിലേക്ക്, ജീവൻ്റെ അനുഭവത്തിലേക്ക് നയിക്കുന്നതായ, നാശത്തിൻ്റെ മാർഗമല്ല പിന്നെയോ, ലോകത്തിൻ്റെ പിന്നാലെയല്ല പിന്നെയോ, ജീവൻ്റെ അനുഭവത്തിലേക്ക് നയിക്കുന്നതായ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിതത്തെ നയിപ്പാനിടയായി തീരണം എന്ന് വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നുണ്ട്. നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവമാണ് നമ്മെ നയിക്കുന്നത്, ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തോടൊത്ത് എന്നെ ശക്തീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥന ആവശ്യമാണ്. ഈ കഴിഞ്ഞ നവംബർ മാസം 24-ാം തീയതി നമ്മിൽ നിന്ന് കടന്നുപോയതായ ജോർജ് മാത്യു അച്ഛൻ, അയിരൂർ സ്വദേശി, വാഷിങ്ടണിൽ വെച്ച് അദ്ദേഹം നിര്യാതനായി 97-ാമത്തെ വയസ്സിൽ. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി എൻ്റെ ഒരു അധ്യാപികയാണ്, ക്ലാസ് ടീച്ചറാണ്, ഗ്രേസി ടീച്ചർ. മാവേലിക്കര ബിഷപ്സ് ഹോജസ് ഹൈസ്കൂളിൽ 9ാം ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ചതായ ക്ലാസ് ടീച്ചറാണ്. അവരുടെ 2 പേരുടെയും ജീവിത സാഹചര്യങ്ങളിൽ അന്നു മുതൽ ഞാൻ കണ്ടതായ ചില പ്രത്യേകതകൾ ശ്രദ്ധേയമാണ്. പക്ഷേ ഒരു ടീച്ചർ എന്ന രീതിയിൽ എങ്ങനെ ഇടപെടണം എന്ന് വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയതായ ഒരു അധ്യാപിക, തൻ്റെ വാക്കുകളായാലും ഇടപെടലായാലും പ്രവർത്തനമായാലും എല്ലാം ഈ ദൈവത്തിന് വിശുദ്ധമായിട്ട് ദൈവത്തിൻ്റെ ഹിതപ്രകാരം നയിച്ചതായ ഒരു ശ്രേഷ്ഠ അധ്യാപികയായിട്ടാണ് ഗ്രേസി ടീച്ചറിനെ ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അച്ഛൻ്റെ ജീവിതത്തിലാണെങ്കിൽ സഭയുമായിട്ടുള്ളതായ ബന്ധം,
സഭാനാഥനുമായിട്ടുള്ള ബന്ധം കാത്തുസൂക്ഷിപ്പാനായിട്ട് അവസാനം വരെയും വളരെ ഹൃദ്യമായിട്ട് പ്രവർത്തിച്ചതായൊരു വ്യക്തിത്വമായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഓരോ ജീവിതാനുഭവങ്ങളിലും എൻ്റെ സഭയാണ്, ദൈവമാണ് എന്നെ നയിക്കുന്നത്, ദൈവത്തിൻ്റെ പ്രവർത്തനത്തിലാണ് ഈ പങ്കാളിയായിരിക്കുന്നത്. ഞാൻ ആദ്യം സേവനമനുഷ്ഠിച്ചതായ മധ്യപ്രദേശ്, ആ പ്രദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരുന്ന സമയത്ത് അന്ന് നാഗ്പൂർ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ നാഗ്പൂരിലെ വികാരിയാണ് ജോർജ് മാത്യു അച്ഛൻ. അച്ഛൻ്റെ കൂടെ താമസിച്ചാണ് വരുന്നത്. രാവിലെ 5:30 അച്ഛന് ഇടവയ്ക്ക് വാങ്ങിയിട്ടുള്ളതായ ഒരു സ്ഥലം അത് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ആളുകൾ കയറി കയ്യേറി നാനാവിശേഷമാക്കുന്നതായ സാഹചര്യത്തിൽ അവിടെ ചെന്ന് അവരെ എല്ലാം ഓടിച്ച് ആ സ്ഥലം സുരക്ഷിതമാക്കുന്നതായ കാഴ്ച അന്ന് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ വളരെ സങ്കീർണമായിട്ടുള്ള സാഹചര്യമാണ്. അതിനെ അതിജീവിച്ച് ഇതെൻ്റെ സഭയാണ്, എൻ്റെ ഇടവകയാണ്, ഈ സ്ഥലം ഒരു ആരാധനാലയത്തിന് വേണ്ടി വാങ്ങിച്ചതാണ് എന്നുള്ള ബോധത്തോടുകൂടെ അവിടെ പ്രവർത്തിച്ചു. ഇത് മനോഹരമായ ദേവാലയവും പാസനേജും ഒക്കെ അവിടെ ഉണ്ട്. അതുകൊണ്ട് അർപ്പണബോധത്തോട് പ്രവർത്തിപ്പാനായിട്ട് അങ്ങേയറ്റം ശ്രദ്ധിച്ചതായ ഒരു വ്യക്തിത്വം. സാമ്പത്തികമായ നേട്ടമല്ല, പിന്നെ അതിനപ്പുറമായിട്ട് ദൈവമാണ് എന്നെ വിളിച്ചത് ബോധത്തോടുകൂടെ അവൻ്റെ രാജ്യം അന്വേഷിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന് മഹിമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചതായ ഒരു വ്യക്തിത്വമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നുമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ രാജ്യം അനുഭവമാക്കുക, ആ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തെ നിലനിൽക്കുക, ഇത് ഇന്ന് ആവശ്യമായിട്ടുണ്ട്. സ്റ്റാൻലി ജോൺസ് എല്ലായ്പ്പോഴും ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ്, ദ വർക്കിംഗ് ഫിലോസഫി ഓഫ് ലൈഫ്, ദാറ്റ് ഈസ് ദ കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പലപ്പോഴും പറയും. ദ വർക്കിംഗ് ഫിലോസഫി ഓഫ് ലൈഫ്, ജീവിതയാത്രയിൽ ജീവിതത്തിൽ പ്രായോഗികമായിട്ടുള്ളതായ തത്വശാസ്ത്രം ദൈവരാജ്യം അന്വേഷിക്കുക എന്നുള്ളതാണ്. ദൈവരാജ്യം എന്താണ്? ഭക്ഷണമോ പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിനുള്ളതായ സന്തോഷവുമാകുന്നു എന്ന് വചനത്തിലൂടെ നാം കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ അത് നിലനിർത്തിക്കൊണ്ട് കർത്താവിനോട് അനുഗ്രഹകരമായി ജീവിപ്പാനായിട്ട് നമുക്കിടയായി തീരണം. ഈ ദൈവരാജ്യ മൂല്യങ്ങൾ വെളിപ്പെടുത്തുന്നതായ ജീവിതം തിന്നുകയോ കുടിക്കുകയോ അല്ല പ്രധാനം, നാം എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് പ്രധാനം. എല്ലാവരും ഈ ദൈവരാജ്യത്തിൻ്റെ അംശികളാണ് എന്നുള്ള ബോധത്തോടുകൂടെ ജീവിപ്പാൻ സാധ്യമായി തീരണം. അതുകൊണ്ട് ഈ ദൈവരാജ്യത്തിൻ്റെ സന്ദേശമാണ് ക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഒരപ്പത്തിൻ്റെ അംശികളായിട്ട്, ഒരു പാനപാത്രത്തിൽ നിന്ന് കുടിക്കുന്നവരായിട്ട് നാം ഈ ആരാധനയിൽ ഒരുമിച്ച് ചേർന്ന് വരുമ്പോൾ ക്രിസ്തുവിലൂടെ അനുഭവിക്കുന്നതായ സ്നേഹവും സമാധാനവും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ സമ്പുഷ്ടമായിട്ടുള്ള അനുഭവമായിട്ട് എല്ലായ്പ്പോഴും കാത്തു സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഒരു പ്രാർത്ഥന ഇപ്രകാരമാണ്: ദൈവമേ, എൻ്റെ ഹൃദയ സ്പന്ദനത്തെ തട്ടി ഉണർത്തണമേ, എൻ്റെ സന്തോഷവും സന്താപവും വഹിപ്പാനുള്ള ശക്തി എനിക്ക് നൽകണമേ, എൻ്റെ സ്നേഹം ഫലകരമായ സേവനത്തിലൂടെ വെളിപ്പെടുത്തുവാനുള്ള ശക്തി എനിക്ക് നൽകണമേ. ഇന്ന് നാം ഇവിടെ ആയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വചന കൂടാരത്തിൻ്റെ കീഴിൽ ഒരുമിച്ച് ചേർന്ന് വരുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ഈ റാന്നി പ്രദേശത്തുള്ളതായ വിശ്വാസ സമൂഹം, നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് വചനത്തെ സ്വീകരിക്കുക, വചനത്തെ അറിയുക, വചനപ്രകാരം ജീവിക്കുക. ദൈവവചനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു ആത്മീയ സംഘമായ കൂടി വരുമ്പോൾ അത് നിങ്ങളുടെ സമർപ്പണം ഇതാണ്: ദൈവമാണ് എന്നെ നയിക്കുന്നത്, ദൈവമാണ് എന്നെ കരുതുന്നത്. അതുകൊണ്ട് ഈ ഒരു ആരാധനയും നമ്മുടെ അർപ്പണവും ദൈവത്തോടതായ ബന്ധത്തിൽ അനുഗ്രഹകരമായി ജീവിപ്പാൻ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ നിക്ഷേപം എവിടെയാണ്? നിക്ഷേപം സ്വർഗത്തിലാണ്. ഈ ലോകത്തിലെ നിക്ഷേപം ശാശ്വതമല്ല. ഒരു പക്ഷേ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലാണ് ഏറ്റവും കൂടുതൽ നിക്ഷേപമുള്ളത് എന്ന് പലപ്പോഴും പറയും ബാങ്കിലൊക്കെ. അതിലേറ്റവും കൂടുതൽ വിദേശത്തുള്ള റാന്നിക്കാരാണെന്നും പറയും. അങ്ങനെയുള്ള നിക്ഷേപങ്ങൾ കൂട്ടിവെക്കുന്നതായ സാഹചര്യങ്ങൾ ധാരാളമുണ്ട്. എന്നാൽ ഇവിടെ ഓർപ്പിക്കുന്നത് സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം ഉണ്ടായിരിക്കണം. ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കണം. കർത്താവിനോടൊത്ത ജീവിതത്തെ നയിക്കണം. അതിന് ദൈവമേ നിങ്ങളെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥന ആവശ്യമാണ്. 3 കാര്യങ്ങളെന്ന് പറഞ്ഞു. 1, ദൈവമാണ് സകലത്തിൻ്റെയും കാരണഭൂതൻ എന്ന് മനസ്സിലാക്കുക. സർവ്വസൃഷ്ടിയെയും സൃഷ്ടിച്ചതായ ദൈവം അതിൻ്റെ മനോഹരത കാത്തു സൂക്ഷിപ്പാനായിട്ട് താല്പര്യപ്പെടുന്ന ദൈവമാണ്. പലതിനെക്കുറിച്ച് വിചാരപ്പെട്ടിട്ട് കാര്യമില്ല. ആ വിചാരങ്ങൾ മാറ്റിവെച്ചിട്ട് അവിടെ എന്താണ് ഈ ജീവിതത്തെ അഭിമുഖീകരിക്കാൻ സാധിക്കുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക.
സംതൃപ്തമായിട്ടുള്ള ജീവിതത്തെ നയിപ്പാൻ ഇടയായിത്തീരുക. നാളിലേക്ക് പോകുമ്പോൾ മുമ്പേ ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിച്ചുകൊണ്ട് ആ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ നിലനിൽക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ചുരുക്കുന്നു. പ്രത്യേകിച്ച് എന്നെ ഇതിലേക്ക് ക്ഷണിക്കുകയും പ്രത്യേകിച്ച് ആരാധനയിൽ ഒരുമിച്ച് കൂട്ടായ്മ ആചരിപ്പാൻ അനുവദിക്കുകയും ചെയ്യുന്നതായ സവർഗൻ മെത്രാപ്പൊലീത്ത തിരുമേനിയോടും ചുമതലക്കാരോടും നിങ്ങളെല്ലാവരോടുള്ളതായ സന്തോഷം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.